ശബരിമലയിൽ വീഴ്ച സംബന്ധിച്ച് ദേവസ്വം ബോർഡ് തിരക്ക് കൂടിയ ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകാൻ സാധിച്ചില്ല എന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ തിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നും അസൗകര്യങ്ങൾക്ക് ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ശബരിമലയിലെ പോലീസ് ഡ്യൂട്ടി ക്രമത്തിലും മാറ്റം വരുത്തി. എന്നാൽ ചില സ്ഥലത്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വെള്ളം എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും കാരണം തിരക്ക് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് പിന്നീട് നടത്തിയത്. അത് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞ് ചില സ്ഥലത്തെങ്കിലും നമ്മൾ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഇത്തരം സൗകര്യങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ടൊരു പരിശോധന നടത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 7, 8, 9 തീയതികളിലുണ്ടായ ഭക്തജന തിരക്കിൽ ചിലയിടങ്ങളിൽ തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകാൻ സാധിച്ചില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മതിച്ചു. സന്നിധാനത്തുൾപ്പെടെ ഭക്തർക്കുണ്ടായ അസൗകര്യങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയും വരവ് ഇത്തവണ വർദ്ധിച്ചു. വരുന്ന ദിവസങ്ങളിൽ തിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നും 18ാം പടി കയറാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുകയാണെന്നും ദേവസ്വം മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗവും ചേർന്നു. അതേസമയം സന്നിധാനത്ത് രാവിലെ മുതൽ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ പുതിയ സ്പെഷ്യൽ ഓഫീസർമാരും ചുമതലയേറ്റു. ശബരിമലയിൽ 15 ദിവസങ്ങൾക്ക് ശേഷം പുതിയ സംഘം പോലീസ് എത്തുമ്പോൾ 50% പഴയ സംഘത്തിലെ ഉദ്യോഗസ്ഥർ 2 ദിവസത്തേക്ക് തുടരണമെന്ന DGP നിർദ്ദേശം നൽകി. പുതിയ സംഘത്തിൽ 50% ആദ്യ ദിവസവും 2 ദിവസങ്ങൾക്ക് ശേഷം അടുത്ത 50% ഡ്യൂട്ടിക്ക് പ്രവേശിച്ചാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം.